ഹരേ കൃഷ്ണ. ശ്രീരംഗം സംസ്കൃതത്തിൽ ശ്ലോകത്തിലുണ്ട്, കാവേരി വിരജാസേയം വൈകുണ്ഠം രംഗമന്ദിരം വാസുദേവോ രംഗേശ പ്രത്യക്ഷം പരമം പദം. അതായത് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ശ്രീരംഗത്തേക്ക് ആരെങ്കിലും പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി അത്ര, ഉടൻ തന്നെ അവരെല്ലാ പാവവും തീരുന്നു. നമ്മൾ കേരളത്തെ കുലശേഖര ആഴ്വാറില്ലേ, കുലശേഖര ആഴ്വാർ രാവിലെ എണിച്ച ഉടനെ ശ്രീരംഗയാത്ര പറഞ്ഞ് പുറപ്പെടുന്നു, 4 സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നു. അപ്പോൾ ശ്രീരംഗത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്താലേ എല്ലാ പാവം തീരുന്നു. അപ്പോൾ സാധാരണ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുക, എവിടെ പോയാലും രാവിലെ എണിച്ച ഉടനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ 4 സ്റ്റെപ്പ് എടുത്ത് വെക്കും, ശ്രീരംഗയാത്ര പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ ശ്രീരംഗം പോകണമെന്ന് വിചാരിച്ചാലേ എല്ലാ പാവം തീരും. അപ്പോൾ ശ്രീരംഗം ഭൂലോക വൈകുണ്ഠം, സാക്ഷാത്ത് വൈകുണ്ഠാണിത്. വൈകുണ്ഠം പറഞ്ഞാൽ നമ്മൾ വെറുതെ വൈകുണ്ഠം എന്ന് പറയല്ല, വൈകുണ്ഠത്തിൽ എങ്ങനെ ഡയമണ്ടിന്റെ പില്ലർസ്, ഗോൾഡൻ വാൾസ്, ചുമരുകളൊക്കെ ഉണ്ടാകുമോ അതുപോലെ ശ്രീരംഗത്തിലുണ്ടെന്ന് കുറെ ആചാര്യാസ് അത് കണ്ടിട്ടുണ്ട് നേരിട്ട്. അപ്പൊ അവര് ഈ കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. ഇഷ്ടുദിന ഈ വൈകുണ്ഠ എഷ്ടു ദൂരവോ ഇന്ന് ധരിത്തെ. ഇത്രയും ദിവസം വൈകുണ്ഠം പറഞ്ഞാൽ എവിടെയോ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇന്ന് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. എന്താണ് കണ്ടേ പറഞ്ഞവർ പറയുന്നുണ്ട്, ആ കാവേരിയിൽ കുളിച്ചിട്ട് ശ്രീരംഗത്തിൽ എൻ്റർ ആകുമ്പോൾ ആ എൻട്രൻസിൽ 2 ഡയമണ്ട് പില്ലർസ് ആണ് അത്ര, വജ്രം കൊണ്ടുള്ള പില്ലർസ്. അത് എത്ര ഹൈറ്റ് ഉണ്ട്, അത്ര ചന്ദ്രഗ്രഹത്തിന് തൊടുന്ന അത്ര ഹൈറ്റ് ഉണ്ട് അത്ര പില്ലർസ്. അങ്ങനത്തെ പില്ലർസ് വജ്ര വൈഡൂര്യത തുറകളെ കണ്ട്, വാൾസ് ചുമരുകളൊക്കെ എങ്ങനെയുണ്ട് അത്ര, വജ്രം വൈഡൂര്യങ്ങൾ കൊണ്ട് ചെയ്ത ചുമരുകളാണ് അത്ര. തുമ്പുരു നാരദ മുനികൾ കീർത്തനം ചെയ്യണത് കണ്ടു എന്ന് ഇമാതിരി കുറേ ആചാര്യന്മാർ ശ്രീരംഗത്തിൽ ആ വൈകുണ്ഠ ദർശനം കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ശ്രീരംഗമാണ് നമ്മളുള്ളത്. അപ്പോൾ ശ്രീരംഗത്തിന്റെ 2 സൈഡും കാവേരി നദി, ബാക്ക് സൈഡ് ഇവിടെയും കാവേരി, അപ്പുറത്തും കാവേരി. ആ കാവേരി എന്താണ് അത്ര, വൈകുണ്ഠത്തിലുള്ള വിരജാ നദിയാണ് ഇവിടെ കാവേരിയായിട്ട് പ്രവഹിക്കുന്നത്. വൈകുണ്ഠം രംഗമന്ദിരം, സാക്ഷാത്ത വൈകുണ്ഠം തന്നെയാണ് രംഗനാഥ്ജിയുടെ ടെമ്പിള്. സ വാസുദേവോ രംഗേശ, ഭഗവാൻ ആ വൈകുണ്ഠത്തിലുള്ള വാസുദേവൻ തന്നെ, കൃഷ്ണൻ തന്നെയാണ് ഇവിടെ രംഗനാഥനായി ശയനിച്ചിരിക്കുന്നത്. രംഗനാഥ് പറഞ്ഞാൽ കൃഷ്ണനാണ് ആക്ച്വലി, 2 കയ്യിലുള്ള കൃഷ്ണൻ. അതിന് ആഴ്വാറുകൾ കീർത്തനങ്ങൾ കുറെ പാടിയിട്ടുണ്ട്. അതുമാതിരി കൊണ്ടൽ വണ്ണനെ കോവലനായി, കോവലൻ എന്ന് വെച്ചാൽ ഗോപാലൻ, കോവലനായി വെണ്ണയുണ്ട വായനെ, ആ വൃന്ദാവനത്തിൽ വെണ്ണ മോഷ്ടിക്കുന്ന ആ കൃഷ്ണനെ ഞാൻ ശ്രീരംഗത്തിൽ കണ്ടു. അങ്ങനെ ആഴ്വാറുകൾ പാട്ടിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ആ വെണ്ണക്കള്ളൻ ആ കൃഷ്ണൻ തന്നെയാണ് രംഗനാഥ്. അപ്പൊ രംഗനാഥന്റെ ബോഡിയിൽ, ശരീരത്തിൽ ഇപ്പോഴും വെണ്ണയുടെ സ്മെല്ല് വരും അത്ര, ഭഗവാന്റെ ശരീരത്തിൽ വെണ്ണ സ്മെല്ലുണ്ട്. അതുമാതിരി യശോദ കൃഷ്ണനെ വിരലിൽ കെട്ടിയില്ലേ, ആ കെട്ടിയതുകൊണ്ട് ആ മാർക്ക് ഇന്നും രംഗനാഥന്റെ വയറ്റിലുണ്ട്. അപ്പൊ തമിഴിൽ പറയും പേസും മരങ്കൻ. പേസും മരങ്കൻ എന്ന് വെച്ചാൽ സംസാരിക്കുന്ന ഭഗവാൻ. വേറെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വിഗ്രഹം എന്നൊക്കെ പറയാം, പക്ഷെ രംഗനാഥന്റെ വിഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം സ്വയമായിട്ട് ആരും പ്രതിഷ്ഠിച്ചതല്ല, ആരും കൊണ്ടുവന്ന് ദേവതകൾ കൊണ്ടുവന്ന് വെച്ചതോ അങ്ങനെയൊന്നുമല്ല. സ്വയമായിട്ട് ക്ഷീരസാഗരത്തിൽ സ്വയമായിട്ട് പൊങ്ങി വന്ന ഭഗവാൻ വിമാനത്തോടു കൂടി അങ്ങനെ വന്ന് ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിൽ ആദ്യം പൂജ ചെയ്ത്, പിന്നെ സൂര്യദേവൻ പൂജ ചെയ്ത്, പിന്നെ സൂര്യദേവന് കഴിഞ്ഞ് അങ്ങനെ മനുവിന്റെ കയ്യിൽ വന്ന് മനു ഇക്ഷ്വാകുവിന് കൊടുത്തിട്ട് ഇക്ഷ്വാകുവാണ് ഭൂമിയിലോട്ട് കൊണ്ടുവരുന്നത് ബ്രഹ്മലോകത്ത് നിന്ന്. പിന്നെ അവിടെ ഇക്ഷ്വാകു മഹാരാജ് കഴിഞ്ഞിട്ട് പിന്നെ അംബരീഷ മഹാരാജ്, ദിലീപ, അംശുമാൻ, ഭഗീരഥ, നമ്മൾ ഈ ഭാഗവതത്തിൽ കേൾക്കുന്ന ഈ രാജാക്കന്മാരൊക്കെ പൂജ ചെയ്ത അതേ വിഗ്രഹമാണ് ഈ സെയിം രംഗനാഥ്. അത് കഴിഞ്ഞിട്ട് അവസാനം ദശരഥ മഹാരാജ് പൂജ ചെയ്യും. ദശരഥ മഹാരാജ് പൂജ ചെയ്തിട്ട് ദശരഥ മഹാരാജ് കുട്ടികളില്ലാതെ ഒരു യജ്ഞം ചെയ്യും, പുത്രകാമേഷ്ടി യജ്ഞം പറഞ്ഞിട്ട്. ആ യജ്ഞത്തിന് എല്ലാ രാജാക്കന്മാരൊക്കെ വിളിച്ചപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേര് ധർമ്മവർമ്മ എന്നുള്ള രാജാവ്. ആ രാജാവും യജ്ഞത്തിൽ കാണാൻ വേണ്ടി പോകും. കണ്ടൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ദശരഥ മഹാരാജ് തൻ്റെ പ്രാണപ്രിയമായ ആ വിഗ്രഹത്തിനെ കർട്ടൻ തുറന്നിങ്ങനെ കാണിക്കുമ്പോൾ രംഗനാഥ് എങ്ങനെ ശയനിച്ച് കിടക്കാണ്. അത് കണ്ടപ്പോൾ മഹാരാജ് വിചാരിച്ചു, ഈ രംഗനാഥനെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ഇക്ഷ്വാകു മഹാരാജ് തപസ് ചെയ്ത് ബ്രഹ്മലോകത്തുനിന്ന് അയോധ്യയിൽ കൊണ്ടുവന്നു, അതുമാതിരി ഞാനും തപസ് ചെയ്ത് രംഗനാഥനെ നമ്മളെ ദക്ഷിണേന്ത്യയിൽ കൊണ്ടുപോകണം. അങ്ങനെ വിചാരിക്കും അത്ര ധർമ്മവർമ്മ മഹാരാജ്. അങ്ങനെ വിചാരിച്ചിട്ട് ധർമ്മവർമ്മ മഹാരാജ് ഇവിടെ വന്നിട്ട് നമ്മളെ അമ്പലത്തിന്റെ പുറകുവശത്ത് കണ്ടില്ലേ, കാവേരിയുടെ ചെറിയൊരു കുളമുണ്ട്, ചന്ദ്രപുഷ്കരണി ഉണ്ട്, കണ്ടില്ലേ? ആ കുളത്തിന്റെ കരയിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് തപസ് ചെയ്യും ധർമ്മവർമ്മ മഹാരാജ്. ആ സമയത്തിൽ അയോധ്യയിൽ എന്താവും, ശ്രീരാമചന്ദ്രന് പട്ടാഭിഷേകം, രാവണാസുരനെ കൊന്നിട്ട് പട്ടാഭിഷേകം നടക്കാണ്. അപ്പോൾ എല്ലാവർക്കും രാമചന്ദ്രൻ ഓരോരോ ഗിഫ്റ്റ് കൊടുക്കാണ്, നിനക്കിത് പറഞ്ഞിട്ട്. അപ്പോൾ വിഭീഷണന് പറഞ്ഞു, വിഭീഷണ നിനക്ക് സുവർണ ലങ്കാപുരി തരാണ്, ലങ്ക നീ പരിപാലനം ചെയ്തോന്ന്. അപ്പൊ വിഭീഷണൻ പറഞ്ഞു, രാമ ഞാൻ നിന്റെ ദാസന്മാർക്ക് ദാസനായിട്ട് ലാസ്റ്റ് സെർവൻ്റ് ആയിട്ട് ഇരുന്നോളാം, എനിക്ക് ലങ്കയും ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ സിമ്പിളായിട്ട് ഇരുന്നോളാം, നിന്റെ കൂടെ ഇരുന്നോളാം രാമ. അപ്പൊ രാമചന്ദ്രൻ പറയും, ഇല്ല, എൻ്റെ പരിപാലനത്തിന് വേണ്ടി അവരെല്ലാവരും കാത്തിരിക്കുകയാണ് അവിടെ ശ്രീലങ്കയിലെ. അപ്പോൾ എൻ്റെ ഓൺ മൈ ബിഹാഫായിട്ട് എൻ്റെതായിട്ട് നീ പോയി പരിപാലനം ചെയ്യേ പറയും. ശരി പറയും. അപ്പോൾ എനിക്കും ഞാൻ പൂജ ചെയ്യുന്ന രംഗനാഥനും വ്യത്യാസമല്ല, അപ്പം ഞാൻ എൻ്റെ രംഗനാഥനെ തന്നെ നിനക്ക് തരികയാണ് പറയും. വിഭീഷണൻ ഭയങ്കര സന്തോഷമായി. സാക്ഷാത് രാമനും രംഗനാഥനും വ്യത്യാസമില്ല.
അപ്പോൾ ആ രംഗനാഥൻ അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വിഭീഷൺ വലിയ രൂപം എടുത്തിട്ട് അങ്ങനെ അമ്പലത്തോടെ ചേർത്ത് ആകാശത്തിൽ പൊക്കി എടുത്തിട്ട് വരികയാണ് വിഭീഷൺ. സാക്ഷാത്ത് രാമൻ തന്നെ രംഗനാഥനായിട്ട് വരികയാണ് പറഞ്ഞിട്ട്. അപ്പോൾ രാമൻ പറയും ഈ വിഗ്രഹം സാക്ഷാത്ത് വൈകുണ്ഠത്തു നിന്ന് വന്നതാണ്. അപ്പോൾ വൈകുണ്ഠത്ത് വന്നതുകൊണ്ട് ഇതിന് സമയാസമയത്തിന് നൈവേദ്യം, ഭോഗം, ആഫറിങ്ങളൊക്കെ ചെയ്യാണ്ട് പറയും. ശരി പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വരുന്ന സമയത്ത് ഈ 2 കാവേരി കണ്ടപ്പോൾ മനോഹരമായ സ്ഥലം ശ്രീരംഗം. ഫുള്ള് തമിഴിൽ പറയും കുയിലിനം കൂവും സോലൈ വണ്ടിലും കണ്ടോ സോലയാണ്, ഒക്കെ ഫോറസ്റ്റാണ് ശ്രീരംഗം. ഇപ്പോഴും കുറേ മയിലുകൾ രാവിലെ ഇവിടെയൊക്കെ ഫുള്ള് മയിലുകളായിരിക്കും. നമ്മുടെ കയ്യിൽ വന്ന് പ്രസാദം കഴിച്ചിട്ട് പോകും മയിലുകൾ. അപ്പോൾ മയിലിനം ആളും സോലൈ വണ്ടിനം മുരളും സോലൈ, അങ്ങനത്തെ ഫോറസ്റ്റാണ് ശ്രീരംഗം. ഓക്കെ, വണ്ടിനം മുരളും സോലൈ, കുയിലിനം കൂവും സോലൈ, മയിലിനം ആളും സോലൈ, ആഴ്വാറുകളെ പാസരത്തിൽ വരുന്ന ഒരു ശ്ലോകമാണിത്. പണി തിരുവരംഗം. അപ്പോൾ ഇങ്ങനെ 2 കാവേരി കൊണ്ട് ചുറ്റി കിടക്കുന്ന ശ്രീരംഗം. അപ്പോൾ ഈ ശ്രീരംഗത്തിൽ എപ്പോഴും പീകോക്സ്, മാനുകൾ, മയിലുകൾ, മറ്റേ വണ്ട്, അങ്ങനെ എല്ലാം നിറഞ്ഞിരിക്കുന്ന ശ്രീരംഗം, ബ്യൂട്ടിഫുൾ ശ്രീരംഗം. അപ്പോൾ പണ്ട് എപ്പോഴും തണുപ്പായിരിക്കും ശ്രീരംഗം. ഇപ്പോൾ എല്ലാം പ്ലാസ്റ്റിക്കുകളും പുതിയ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ വന്നതുകൊണ്ട് ഫുള്ള് ചൂടായി, ശ്രീരംഗം ഭയങ്കര ചൂടായി. അല്ലെങ്കിൽ നല്ല കൂളായിരിക്കും ശ്രീരംഗം. അപ്പോൾ ഈ ശ്രീരംഗത്തിൽ വന്നപ്പോൾ രംഗനാഥൻ പറയും ഞാൻ ഇവിടെ എനിക്ക് ഇരിക്കാനാണ് ആഗ്രഹം പറഞ്ഞ. ഓക്കെ, അപ്പോൾ അങ്ങനെ രംഗനാഥൻ പറഞ്ഞു വിഭീഷണൻ രംഗനാഥനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നപ്പോൾ സമയമായി, വർഷിപ്പ് ചെയ്യാണ്ട് പൂജയ്ക്കുള്ള സമയമായി. അപ്പോൾ രംഗനാഥനെ ഇവിടെ ഇറക്കി വെച്ചിട്ട് വിഭീഷണൻ പോയി കുളിച്ചിട്ട് കാവേരിയിൽ പോയി കുളിച്ചിട്ട് വന്ന് പൂവൊക്കെ എടുത്തിട്ട് വന്ന് പൂജ ചെയ്യാൻ നോക്കും. അപ്പോൾ ധർമ്മവർമ്മ രാജാവ് തപസ് ചെയ്തിരിക്കല്ലേ, അത് കഴിച്ച് ചാടി വരുന്നു, രംഗനാഥൻ വന്നു കൊണ്ട്. അപ്പോൾ ധർമ്മവർമ്മ രാജാവ് വിഭീഷണ അടുത്ത് വന്ന് പറയും, വിഭീഷണ ഇക്ഷ്വാകു കുലത്തിൽ ബ്രഹ്മദേവൻ ആദ്യമായിട്ട് തുടങ്ങിയ ബ്രഹ്മോത്സവം പറഞ്ഞൊരു 9 ദിവസത്തുള്ള ഈ ഉത്സവം ചെയ്യാറുണ്ട്, നമുക്കത് ചെയ്യാൻ പറയുന്നു. ശരി പറഞ്ഞ വിഭീഷണൻ ഭയങ്കര സന്തോഷത്തിൽ 9 ദിവസത്തിനുള്ള ഉത്സവങ്ങൾ തുടങ്ങിയിരുന്നു. ഉത്സവം പറഞ്ഞാൽ ഗരുഡ വാഹനം, ഹംസവാഹനം, വേറെ വേറെ വാഹനത്തിൽ ഭഗവാൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 9ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ വിഭീഷണൻ വന്ന് രംഗനാഥനെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. എത്ര ട്രൈ ചെയ്തപ്പോൾ രംഗനാഥൻ മുതലോട്ട് പൊങ്ങി വരുന്നില്ല. അപ്പോൾ വിഭീഷണൻ കരയും, രംഗനാഥ നീ എന്താ വരാത്തേന്ന് പറയും. അപ്പോൾ രംഗനാഥൻ പറയും, നോക്ക് വിഭീഷണ, ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്കിവിടെ ഇരിക്കാനാണ് എനിക്കിവിടെ ആഗ്രഹം. അപ്പോൾ വിഭീഷണൻ പറയും, അപ്പം ഞാനും നല്ല ഐഡിയ ഭഗവാനെ, അപ്പം നിങ്ങളിവിടെ ഇരുന്നോളൂ, ഞാനും നിങ്ങൾക്ക് സേവ ചെയ്ത് ഞാനും ഇവിടെ തന്നെ കഴിയാണ്. അപ്പോൾ രംഗനാഥൻ പറയും, അങ്ങനെയല്ല, രാമചന്ദ്രൻ്റെ പരിപാലനത്തിൽ രാമചന്ദ്രൻ നിന്നോട് പറഞ്ഞതാണ് ശ്രീലങ്കയിൽ പോയിട്ട് പരിപാലനം ചെയ്യാൻ. അപ്പോൾ നീ ശ്രീലങ്കയ്ക്ക് പോയിക്കോ, ഞാനിവിടെ ഇരിക്കാം. എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് വന്നാൽ ഈ ധർമ്മവർമ്മ രാജാവ്, ഇന്ത്യയിലുള്ള ഈ ആൾക്കാരൊക്കെ കടൽ കടന്ന് അങ്ങോട്ട് വന്ന് കാണാൻ ഞാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ തെക്ക് ഭാഗത്ത്. അതുകൊണ്ട് സാധാരണ അമ്പലങ്ങളൊക്കെ കിഴക്കോ അല്ലെങ്കിൽ വടക്കിലൊക്കെ ആയിരിക്കും. പക്ഷെ രംഗനാഥൻ മാത്രം തെക്കോട്ടാണ് നോക്കി നിൽക്കുന്നത്, തെക്ക് മുഖം നോക്കിയിട്ട്. എന്താ വെച്ചാൽ വിഭീഷണന് സ്പെഷ്യൽ കരുണ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ശയനിക്കുകയാണ് രംഗനാഥൻ. അപ്പം അങ്ങനെ രംഗനാഥൻ ശ്രീരംഗത്തിൽ അങ്ങനെ ഇവിടെ വന്നു. വിഭീഷണൻ അങ്ങോട്ട് പോയി, എവിടെ? ശ്രീലങ്കയിൽ പോയി. അപ്പോൾ ഇപ്പോഴും രാത്രി ശയനാരതി, രാത്രി കിടക്കാനുള്ള സേവ വന്നിട്ട് വിഭീഷണൻ അവിടെ നിന്ന് വന്ന് ഇവിടെ രംഗനാഥന് ശയനാരതി ചെയ്തിട്ട് പോകണത്ര ഇപ്പോഴും ദിവസവും. അതുകൊണ്ട് രംഗനാഥൻ തൊഴുത് നമ്മൾ പുറത്ത് വന്ന ഉടനെ അവിടെ ഒരു വിഭീഷണൻ ചെറുതായിട്ട് അമ്പലം കാണാം. വിഭീഷണൻ, വിശ്വക്ഷേനൻ, ഹനുമാൻജി, ഇവരൊക്കെ നമ്മൾ അവിടെ കാണാം. അങ്ങനെ ഇത് ശ്രീരംഗ മഹാത്മ്യം എന്ന് പറയും ഇങ്ങനെ. അപ്പോൾ രംഗനാഥന് തമിഴിൽ പറയും പേസും മരങ്കൻ. പേസും മരങ്കൻ നിറയെ ഭക്തന്മാരോട് സംസാരിക്കുന്ന ഭഗവാനാണ്. കുറേ പേർക്ക് സംസാരിച്ചുകൊണ്ട്, സംസാരിക്കുക മാത്രമല്ല കുറേ ഭക്തന്മാരെ കൂടെ പോവും ഭഗവാൻ. ഭക്തൻ വരുമ്പോൾ ചോദിക്കും, എത്ര എവിടെയായിരുന്നു, എന്താ ഇത്രയും ദിവസം വരാത്തത്, അങ്ങനെ ചോദിക്കുന്നത്. ചിലപ്പോൾ ഡിവോട്ടീസ് റെഗുലറായിട്ട് വരുന്ന ആൾക്കാർ ഒരു 2-3 ദിവസം തുടർന്ന് വന്നില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തായിരുന്നു, സുഖമില്ലായിരുന്നോ, അങ്ങനെ ചോദിക്കുന്നത്. സ്പെഷ്യലായിട്ട് ഉത്സവമൂർത്തി ഇല്ലേ, ചെറിയ മൂർത്തി ഭഗവാൻ ഇങ്ങനെ ശയനിക്കുന്നുണ്ട്. മുമ്പിലുള്ള ചെറിയ മൂർത്തിക്ക് പേര് നം പെരുമാൾ എന്ന് പറയും. നം പെരുമാൾ, നം എന്ന് വെച്ചാൽ നമ്മളെ, പെരുമാൾ എന്ന് വെച്ചാൽ ഭഗവാൻ, നമ്മളെ പെരുമാൾ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ രംഗനാഥനെ പറയുന്നത് നം പെരുമാൾ, നമ്മളെ ഭഗവാൻ. അപ്പോൾ എല്ലാവർക്കും ഒരു ഫാമിലി മെമ്പർ മാതിരിയാണ് രംഗനാഥൻ. അപ്പോൾ രംഗനാഥൻ രംഗരാജാവുമാണ്, രാജാവുമാരിയാണ് മൂട്. രംഗനാഥൻ പുറത്ത് വരികയാണെങ്കിൽ ആദ്യം അമ്പലത്തിൻ്റെ ഉള്ളിൽ പടക്കം പൊട്ടിക്കും. ആ വെടി കേട്ടോടനെ എല്ലാ സ്ട്രീറ്റിലെ ആൾക്കാരൊക്കെ റെഡിയായി എല്ലാവരും അവരവരുടെ വീട്ടിന് മുന്നിൽ എല്ലാവരും കോലം വരയ്ക്കും. കോലം വരച്ച ഉടനെ ആന പുറത്ത് വരും. ആദ്യം ആന, അതിൻ്റെ മുന്നിൽ ഡ്രംസ്, ഢം ഢം, രാജാവ് വരുന്നുണ്ട്, രംഗരാജൻ വരുന്നുണ്ട്. അപ്പോൾ ആന പുറത്ത് വരും. ആനയുടെ പുറക്കെ കുതിര, അതിൻ്റെ പുറക്കെ വലിയൊരു കൊടി, ഇങ്ങനെ നീളത്തിൽ കൊടി, അതിൻ്റെ പുറക്കെ കുറേ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, നാദസ്വരം, പിന്നെ തീവെട്ടി പന്തങ്ങൾ, തീപ്പന്തങ്ങൾ കത്തിച്ചിട്ട്, അതിൻ്റെ പിന്നെ ബ്രാഹ്മിൺസൊക്കെ ദിവ്യപ്രബന്ധം വായിച്ചിട്ട്, ദിവ്യപ്രബന്ധം, അതിൻ്റെ പിന്നെ ഈ ചെറിയ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ മാരത്തിൽ കുട്ടികളൊക്കെ അത് പിടിച്ചിട്ട്, അതിന് പിന്നെ ഭഗവാൻ പല്ലക്കിൽ, അതിൻ്റെ പിന്നിൽ വേദം പറയുന്നത് 4 വേദത്തിൽ 4 ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൺസ് ഉണ്ടാവും. അങ്ങനെ ഭഗവാൻ രംഗരാജാവാണ് പുറത്ത് വരുമ്പോൾ. അങ്ങനെയാണ് ഭഗവാൻ പുറത്ത് വരുന്നത്, ശ്രീരംഗ രാജാവ്. അപ്പോൾ
രംഗരാജാവ് പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെസ്റ്റിവൽ ആയിരിക്കും. അത് ശ്രീരംഗത്തിൽ എങ്ങനെ വെച്ചാൽ 365 ദിവസത്തിൽ 322 ദിവസം ഭഗവാൻ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കും. എപ്പോഴും എന്തെങ്കിലും ഒരു ഉത്സവം ഉണ്ടാകും ഭഗവാൻ. അപ്പോൾ ഉത്സവം പറഞ്ഞാൽ ഭഗവാൻ നടക്കുന്നത് ഭയങ്കര സൗന്ദര്യമാണ് ശ്രീരംഗത്തിൽ. തമിഴിൽ പറയും കഞ്ചിക്കൊടൈ രംഗനടൈ ബാലാജി ഉടൈ. തിരുപ്പതി ബാലാജിക്ക് വസ്ത്രം പറഞ്ഞൊരു ടിക്കറ്റ് ഉണ്ട്. അത് ഇന്ന് ടിക്കറ്റ് എടുത്താൽ 30 വർഷം കഴിഞ്ഞിട്ടാണ് ദർശനം. അതിപ്പോൾ ടിക്കറ്റ് ഇല്ല, മുന്നൊക്കെ ഉണ്ടായിരുന്നു 14,500 രൂപ കൊടുത്താൽ. അപ്പോൾ അത്ര ഫുള്ള് ബുക്കിംഗ് ആണ് ടിക്കറ്റ്. എന്താ വെച്ചാൽ ആ ടിക്കറ്റ് നമ്മൾ എടുത്താൽ ഭഗവാന്റെ മുന്നിൽ പോയി ഇരിക്കാം. ഇരുന്നിട്ട് അവിടെ നമ്മൾ 2 മണിക്കൂർ ഭഗവാന്റെ മുന്നിൽ കാണാം. ഞാൻ മുന്നേ ഇസ്കോൺ തിരുപ്പതി ടെമ്പിളിലായിരുന്നു, അവിടെ ഒരു 10 വർഷം അവിടെയായിരുന്നു തിരുപ്പതിയിൽ. അപ്പോൾ നിറയെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഭഗവാന്റെ മുന്നിൽ ഇരുന്നിട്ട് 2 മണിക്കൂർ ഭഗവാൻ അലങ്കാരം ചെയ്യുന്നതൊക്കെ കാണാം, വസ്ത്രം എന്നുള്ള സേവ. അത് തിരുപ്പതി ബാലാജി വടയും പറയും ഉടയും പറയും. വട പറഞ്ഞാൽ വടപ്രസാദം ഭയങ്കര ഫേമസ്, ഉടയെന്ന് പറഞ്ഞാൽ വസ്ത്രം. അതുപോലെ കഞ്ചിക്കൊടൈ, കാഞ്ചീപുരത്തിൽ വരദരാജസ്വാമി ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഭഗവാനാണ് വരദരാജ്. അദ്ദേഹത്തിന്റെ കൊട വലിയ കൊടയായിരിക്കും. ഒരു കൊടയുടെ അടിയിൽ 100 പേര് നിൽക്കാൻ പറ്റും, അത്ര വലിയ കൊട. പിന്നെ കൊടയ്ക്ക് ഇനിയൊരു മീനിങ് തമിഴിൽ കൊട പറഞ്ഞാൽ ദാനം. ഭഗവാൻ കൊടുക്കുന്ന വരം കൊടുക്കുന്നതിൽ രാജാവാണ് അത്രേ. വരം ദദാതി ഇതി വരദ എന്ന് പറയാം. വരം കൊടുക്കുന്നതിൽ വരദരാജന്റെ അടുത്ത് പോയാൽ പിന്നെ വേറെ ഒരാൾക്ക് പോകേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് വരം കൊടുക്കുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ഭഗവാൻ വരദരാജ്. അതേമാതിരി രംഗനടൈ, രംഗനാഥന്റെ നടൈ പറഞ്ഞാൽ നടക്കുന്ന സൗന്ദര്യം. ശ്രീരംഗം എങ്ങനെ അത്ര ഭഗവാൻ നടക്കുന്നത്? 18 സ്റ്റൈലിൽ നടക്കുന്നത്. 18 സ്റ്റൈലാണ് അത്ര. അതൊക്കെ ശ്രീരാമചന്ദ്രൻ രംഗനാഥന് ഈ ഉത്സവമൂർത്തിയാണ് അവിടെ അയോധ്യയിൽ പൂജിച്ചത്. ഈ ഉത്സവമൂർത്തി വൈകുണ്ഠത്ത് വന്ന ഉത്സവമൂർത്തിയാണ്. അപ്പൊ രാമചന്ദ്രൻ രംഗനാഥന്റെ അടുത്തുനിന്ന് നടക്കാനുള്ള സൗന്ദര്യം പഠിച്ചു എന്നൊരു ശ്ലോകം ഉണ്ട് രാമായണത്തില്. അപ്പൊ പറയുന്നത് തമിഴില് രാമായണത്തിൽ വേണ്ട ഹംസഗതിർ ഗജഗതിർ വ്യാഘ്രഗതിർ എന്നൊരു ശ്ലോകം ഉണ്ട്. ഭഗവാൻ എങ്ങനെ അത്ര ശ്രീദേവി ഭൂദേവിയുടെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഹംസം പോലെ നടക്കുന്നു, ഇങ്ങനെ സ്വീറ്റായിട്ട് ഇങ്ങനെ. പിന്നെ സിംഹഗതി, സിംഹത്തിനെ പോലെ നടക്കുന്നു. സിംഹം ഇങ്ങനെ ഗുഹയെന്ന് പുറത്തു വരുമ്പോൾ ഭയങ്കര ഗംഭീരത്തില്. വലത്തെ ഭാഗത്ത് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഇല്ല. ഇടത്തെ ഭാഗത്ത് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? പിന്നെ ഒന്ന് പുറകിൽ നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ഗംഭീരത്തിൽ നടക്കുന്നു. അതിന്റെ പേര് സിംഹഗതി, സിംഹത്തിനെ പോലെ നടക്കുന്നു. പിന്നെ ഗജഗതി, ഗജ പറഞ്ഞാൽ ആനയെ പോലെ. ആനയെ കണ്ടില്ലേ രാവിലെ? രാവിലെ ഭഗവാനോട് വിളിച്ചെടുത്താണ് ദിവസം കാവേരിന്ന് ആന പോയി കാവേരിന്ന് വെള്ളം കൊണ്ടുവരും. ആന, കുതിര, പശു, കണ്ട നിങ്ങൾ? അതെല്ലാം കൂടെ ഭഗവാന്റെ അകത്ത് കയറി നിന്നിട്ട് ഭഗവാന്റെ മുന്നിൽ, ജയവിജയന്റെ മുന്നിൽ ഒന്ന് ആന നിൽക്കും ഇങ്ങനെ. കുതിര, പശു ഇങ്ങനെ നിൽക്കും. പശുവിന്റെ ബാക്ക് സൈഡാണ് കാണിച്ചു കൊടുക്കുക അങ്ങനെ. അതിന് എന്നിട്ട് കുതിര അവിടെ നിൽക്കും. അപ്പൊ എന്നിട്ട് അങ്ങനെ വെള്ളം കൊണ്ടുവന്ന ആന രംഗ പറഞ്ഞു വിളിക്കും. അപ്പോഴാണ് അവിടെ വീണ വായിച്ചിട്ട് കർട്ടൻ തുറക്കും. തുറന്നിട്ട് ആദ്യം ഭഗവാൻ ആരതി, വിശ്വരൂപ ദർശനം എന്നാ പറയാ, രാവിലത്തെ ദർശനം. കണ്ടല്ലോ, നിങ്ങളൊക്കെ കണ്ടുപോയി വിശ്വരൂപം? അല്ല 7. അതായത് വിശ്വത്തിലുള്ള എല്ലാ ഭഗവാനും വന്ന് ശ്രീരംഗത്തിൽ കിടക്കുന്നു. തിരുപ്പതി ബാലാജി, ജഗന്നാഥ്പുരി, ദ്വാരകാധീശൻ എല്ലാവരും ഇവിടെ വിശ്വരൂപം കഴിഞ്ഞിട്ട് അവരവരുടെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ രാവിലെ ഇവിടെ ആരാണ് ദർശനം കാണുന്നത്? അവർക്ക് ഈ വിശ്വത്തിലുള്ള എല്ലാ ഭഗവാനെയും കണ്ട മതിയാണ്. അപ്പോ രംഗനാഥന്റെ നട അങ്ങനെ ഭയങ്കര സ്റ്റൈലാണ്. അപ്പൊ ആനയെ പോലെ നടക്കുന്നു. പടിക്കെട്ട് കയറാൻ സമയത്ത് ആന കണ്ടോ ഇങ്ങനെ കാതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ അതിന്റെ തുമ്പിക്ക് ഇങ്ങനെ ആക്കില്ല. അതുപോലെ ഭഗവാൻ പടിക്കെട്ട് ഇങ്ങനെ കയറാൻ സമയത്ത് ആ പല്ലക്കിനെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി, ഇങ്ങനെ നല്ല സൗന്ദര്യം കാണാൻ. ആ ഭഗവാന്റെ മൂവ്മെന്റിന് അനുസരിച്ച് അതിന്റെ മേലെ ഒരാൾ ഇങ്ങനെ കൊട പിടിച്ചിട്ടുണ്ടാവും. പിന്നില് ആ കൊടയിൽ ചെറിയ ചെറിയ മണികൾ കെട്ടിയിട്ടുണ്ടാവും, സ്വർണ്ണക്കൊട. ആ കൊട ഇങ്ങനെ ഇങ്ങോട്ടോ ഇങ്ങനെ ചില്ലുകൊണ്ട് കൊട ഇങ്ങനെ ചുറ്റും. ഭഗവാൻ ഇങ്ങനെ ഇളകുന്നതനുസരിച്ച് ആ കൊടയും തിരിയും. അതിനനുസരിച്ച് ആ കീർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭഗവാൻ ഇവിടെ കീർത്തനം ഭയങ്കര ഇഷ്ടമാണ്. ഗാനാമൃതം എന്നൊരു പേരുണ്ട്. ആ കീർത്തനം ചെയ്യുന്ന ആൾക്കാർ കർത്താൾ ഇങ്ങനെ പിടിച്ചിട്ട് അവര് ഭഗവാന്റെ മൂവ്മെന്റ് അനുസരിച്ച് അവരിങ്ങനെ താളം. നല്ല രസമായിരിക്കും അത് കാണാൻ. അപ്പൊ രംഗനാഥന്റെ നടയഴക് ഭയങ്കര ഫേമസ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരിക്കൽ എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഡിവോട്ടീസോട് വന്നു ശ്രീരംഗനാഥനെ കാണാൻ. അപ്പൊ അദ്ദേഹം ചോദിച്ചൊന്ന്, രംഗനാഥന് എന്താണ് ഇഷ്ടം? നമ്മൾ ഭഗവാൻ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യണ്ടേ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അല്ലേ? അപ്പോൾ പൂജാരി പറഞ്ഞു, രംഗനാഥന് ഗാനാമൃതം എന്നൊരു പേരുണ്ട്. അതായത് 5 പഞ്ചാമൃതം എന്ന് പറയില്ലേ, നമ്മള് പാല്, തൈര്, വെണ്ണ കൂട്ടി പഞ്ചാമൃതം. അതുമാതിരി ഈ വിഗ്രഹങ്ങളിൽ ഒരു 5 അമൃതങ്ങളുണ്ട്. ഏതാണെന്നറിയോ? തിരുപ്പതി ബാലാജിക്ക് പേര് ജീവാമൃതം. ഇപ്പോൾ എല്ലാവർക്കും രംഗനാഥൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, പക്ഷെ തിരുപ്പതി ബാലാജി അറിയാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ? എല്ലാവരും അദ്ദേഹം ഉറക്കമൊഴിഞ്ഞ് രാത്രിയൊക്കെ ഒരു ദർശനം കൊടുത്തുകൊണ്ട് എല്ലാ ജീവികളെയും ആകർഷിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നതുകൊണ്ട് ജീവികൾക്ക് അമൃതം പോലത്തെ ഭഗവാനായതുകൊണ്ട് ജീവാമൃതം ബാലാജിക്ക് പേര്. കാഞ്ചി വരദരാജിക്ക് ദേവാമൃതം. അവിടെ പോയാലേ അമ്പലത്തിൽ ബോർഡ് ഉണ്ടാവും, ദേവരാജസ്വാമി, ദേവതകൾക്ക് അമൃതം പോലത്തെ ഭഗവാൻ. അതുമാതിരി പാർത്ഥസാരഥി പറഞ്ഞ ചെന്നൈയിൽ ഒരു ടെമ്പിൾ ഉണ്ട്. അവിടുത്തെ ഭഗവാന് ഉത്സവമൂർത്തികൾക്ക് പേര് ഗീതാമൃതം. ഭഗവത്ഗീത പാർത്ഥസാരഥിയായിട്ട് അർജുന ഉപദേശം ചെയ്തില്ലേ. അതേമാതിരി മേലുക്കോട്ടൈ പറഞ്ഞ സ്ഥലത്ത്, മൈസൂരിനടുത്ത് മേലുക്കോട്ടൈ, അവിടെ ഒരു ഉത്സവമൂർത്തി ഉണ്ട്, സെൽവപ്പിള്ളൈ, സമ്പത് കുമാര. രാമാനുചാര്യ പോയിട്ട് സെൽവപ്പിള്ളൈ വാടാ ഇங்கே പറഞ്ഞ് വിളിച്ചു വന്ന്.
ആ വിഗ്രഹം ഓടി വന്ന് രാമാനുജന്റെ മടിയിൽ കയറി തോളത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വന്നു. അതാണ് സെൽവപ്പിള്ളை എന്ന് പറയും. അപ്പൊ ആ ഭഗവാന്റെ പേര് രാമാമൃതം, രാമൻ പൂജ ചെയ്ത വിഗ്രഹം, രാമന് ഇഷ്ടമുള്ള വിഗ്രഹമാണത്. അതുമാതിരി രംഗനാഥന്റെ ഉത്സവമൂർത്തി നമ്പെരുമാളിൽ എന്താ പേര്? ഗാനാമൃതം. ഭഗവാന് കുറച്ച് ഗ്ലോറിഫിക്കേഷനോ കുറച്ച് കീർത്തനം ചെയ്താൽ ഭയങ്കര ഹാപ്പി ആവും. അതുകൊണ്ട് ഭഗവാനെ പറ്റി പോകുന്ന ശ്രീരംഗനാഥനെ പറ്റി പറയാൻ ആര് ശ്രമിച്ചാലും അവർക്ക് പറയാൻ പറ്റുമത്. നമുക്ക് അർഹത വേണ്ട. ആര് പറയാൻ വെച്ചാലും ഭഗവാൻ ആ ഗുണഗാനം ചെയ്യാൻ ശക്തി കൊടുക്കുന്നു ഭഗവാൻ. ഗാനാമൃതാണ് ഭഗവാൻ. അപ്പൊ ഈ നോർത്ത് ഇന്ത്യ എന്ന് വന്ന ഡിവോട്ടി ഭഗവാൻ എന്താ ഇഷ്ടം ചോദിച്ചപ്പോൾ ഗാനാമൃതാണ് ഭഗവാൻ എന്ന് പറയും. എന്നാൽ ഞാൻ ഭഗവാന്റെ മുന്നിൽ ഇരുന്ന് കുറച്ചു നേരം കീർത്തനം ചെയ്യാ പറഞ്ഞിട്ട് ഭഗവാന്റെ മുന്നിൽ ഇരുന്നിട്ട്, അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ ഹിന്ദുസ്ഥാനി രാഗത്തില് നല്ല കീർത്തനം പാടിയിരുന്നു. എത്ര 3 മണിക്കൂർ ഭഗവാന്റെ മുന്നിലിരുന്ന് നല്ല കീർത്തനം, രംഗനാഥ രംഗനാഥ എന്ന് വിളിച്ച് കീർത്തനം സൗന്ദര്യത്തിൽ പാടിയിരുന്നു. പാടിയപ്പോ രംഗനാഥന് ഭയങ്കര സന്തോഷമായാലും ഭഗവാൻ എങ്ങനെ വെച്ചാൽ സംസാരിക്കുന്ന ഭഗവാനാണ്. ഇത് വെറും വിഗ്രഹമല്ല. എത്രയോ പേര് സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോഴും നമ്മളെടുത്ത് സംസാരിക്കും. എത്രയോ പേർക്ക് ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. കഥകൾ പറയാം, കുറേ കഥകളുണ്ട്. ഇവിടെ എങ്ങനെ വെച്ചാൽ ആയിരക്കണക്കിന് കഥകളാണ്. ഓരോരോ കോർണറിൽ ഭഗവാൻ, ഇവിടെ ഭഗവാൻ ഇത് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു. നിങ്ങൾ അമ്പലത്തിൽ തന്നെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഒരു സ്ഥലത്ത് 4 പില്ലറിന്റെ ഒരു മണ്ഡപം കാണാം. അതിൻ്റെ അടുത്ത് ഇങ്ങനെ സ്വർണത്തിന്റെ പാദം മാതിരി കാണാം. കണ്ടോ? സ്വർണത്തിന്റെ ഒരു പാദച്ചോടുകൾ മാതിരി ഭഗവാന്റെ പാദങ്ങൾ, അല്ലേ? കണ്ടില്ല? അവിടെ ഒരു ഡിവോട്ടി ഇരുന്ന് ഇങ്ങനെ ക്ലാസ് കൊടുക്കുമായിരുന്നു. അത്ര ക്ലാസ് കൊടുക്കാൻ സമയത്ത് എല്ലാവരും കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. ആരും ഭഗവാനെ തൊഴാൻ പോണില്ല. അപ്പൊ രംഗനാഥൻ വിചാരിച്ചു, അപ്പൊ ഞാനും കൂടെ കുറച്ചു നേരം പോയി ക്ലാസ് കേൾക്കാം വിചാരിച്ചു. ഭഗവാൻ ആദിശേഷന്റെ മേലെ നിന്ന് എണിച്ച് പുറത്ത് വന്നിട്ട് ഒരാളിങ്ങനെ രാത്രി സമയത്താണ് വിളക്കിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഭഗവാൻ വന്ന് അയാളെ തോളത്തിങ്ങനെ കയ്യും വെച്ചിട്ട് രംഗനാഥൻ കഥ കേട്ടിരുന്നു. ഇയാൾ ശ്രദ്ധിക്കില്ല, ഇയാളും കഥയിൽ ഭയങ്കര മുഴുകിയിരിക്കുകയാണ്. അപ്പൊ കഥ പറയുന്ന ആളല്ല, അയാൾ ഇങ്ങനെ നോക്കിയിട്ട്, ഹേ രംഗനാഥ, ഇത് കലിയുഗാണ്, ഇതിങ്ങനെ സത്യയുഗം ഒന്നല്ല, നീ ഇങ്ങനെ പുറത്തിട്ട് നീ വീണ്ടും പോയി തിരിച്ച് കിടക്കാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് രംഗനാഥൻ വീണ്ടും തിരിച്ചു പോയി കിടന്നു വന്ന്. അപ്പൊ ഈ തോളിൽ കൈ വെച്ചെന്ന് അയാൾ തിരിഞ്ഞു നോക്കിയിട്ട്, അപ്പൊ മകരക്കുണ്ടലൊക്കെ ഇട്ട് ഭഗവാൻ ചുവന്ന ചുണ്ടിൽ ഇങ്ങനെ ചുരുണ്ട മുടിയോടെ ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ പിടിച്ച് തള്ളിന്ന്. രംഗനാഥൻ ചിരിച്ചിട്ട് ഉള്ളിൽ പോയി കിടന്നു. അപ്പൊ ഈ ക്ലാസ് കൊടുത്തിരുന്ന ആള് ക്ലാസ് ഇരുന്ന സ്ഥലത്ത് ആ പില്ലറ് അയാൾ ഭയങ്കര മധുരത്തിൽ കൊടുക്കുമ്പോൾ ആ കല്ലിന്റെ തൂണ് അലിഞ്ഞു പോയിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വന്നു. നിങ്ങൾ പോകുമ്പോൾ കാണാത്തോണ്ട് ഇങ്ങനെ മുന്നേക്ക് നിന്നുണ്ടാവും. അതിന് മേലെ ഒരു ഇങ്ങനെ തകിടുമാരി അടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും തൊട്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്ത്. അപ്പൊ അങ്ങനെ ഓരോരോ കോർണറിലും ആയിരക്കണക്കിന് ലീലകളാണ് രംഗനാഥന്റെ ശ്രീരംഗത്തിലെ. അപ്പോ ഈ ഡിവോട്ടി ഇങ്ങനെ മധുരമായിട്ട് ഇങ്ങനെ കീർത്തനം ചെയ്തപ്പോ രംഗനാഥൻ അതിനെ പൂജാരികൾ ചോദിച്ചത്, രംഗനാഥ, ഈ ഭക്തന് നിങ്ങൾ എന്താണ് കൊടുക്കാൻ പോണേന്ന് രംഗനാഥൻ ചിരിച്ചിട്ട് ചോദിച്ചു. അത് ഉത്സവമൂർത്തി നമ്പെരുമാൾ എന്ന് പറയും. നമ്പെരുമാൾ പറയൂ, നമ്പെരുമാൾ. ആ നമ്പെരുമാൾ ചോദിച്ചു, ഞാൻ എന്താ കൊടുക്കണ്ടേ ഡിവോട്ടിക്ക് എന്ന് ചോദിച്ചു. എന്താ ഈ ഭക്തന് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളൊക്കെ സാധാരണക്കാര്, ഞങ്ങൾക്ക് എന്താ അറിയോ, നീ പരമപുരുഷനായ ഭഗവാൻ, നിനക്കെല്ലാം അറിയോ എന്താ കൊടുക്കണ്ടേന്ന്. അപ്പൊ രംഗനാഥൻ ചോദിച്ചു, എന്നാല് എന്തെങ്കിലും കൊടുക്കണമല്ലോ, സ്പെഷ്യലായിട്ട് കൊടുക്കണ്ടേ? കാഞ്ചിയിലാണെങ്കിൽ കാഞ്ചീപുരത്തിൽ സിൽക്ക് സാരി, തിരുപ്പതി ലഡ്ഡു, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഫേമസ് അല്ലേ? തിരുവനന്തപുരത്ത് എന്താണ് ഫേമസ്? പത്മനാഭൻ തന്നെ ഫേമസ് അല്ലേ? അപ്പോ ഇവര് ചോദിച്ചപ്പോ രംഗനാഥൻ പറഞ്ഞത് എന്താ കൊടുക്കണ്ടേന്ന് ചോദിച്ചപ്പോ രംഗനാഥൻ ചോദിച്ചു, ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന്. അപ്പൊ എല്ലാ ഭക്തന്മാരോടും ഒന്നിച്ച് പറഞ്ഞു, രംഗനാഥ, നിന്റെ നടക്കുന്ന സൗന്ദര്യം അത് തന്നെയാണ് ഇവിടെ ഫേമസ് എന്ന്. രംഗനട എന്നെല്ലാവരും വിളിച്ചു പറഞ്ഞു വന്ന്. അപ്പൊ രംഗനാഥ, എന്നാ ശരി, എന്നാ എന്റെ ഈ ഭക്തനെ 1000 മണ്ഡപത്തിലോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞു. രംഗനാഥ് രാജാവിനെ പോലെ ആജ്ഞാപിച്ചു, ഈ ഭക്തനെ 1000 മണ്ഡപത്തിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ പൂജാരികളൊക്കെ രംഗനാഥ് എങ്ങനെ വെച്ചാൽ കുറച്ചൊന്ന് സന്തോഷപ്പെട്ടാല് ഉടൻ തന്നെ ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെയാണ് രംഗനാഥന്റെ സ്വഭാവം. പറയില്ല ഞാൻ മരിക്കാൻ സമയത്ത് അപ്പൊ തരും, അങ്ങനെയൊന്നുമല്ല. ഇവിടെ എന്ത് കുറച്ച് സേവ ചെയ്താലും ഉടനെ ഗിഫ്റ്റ്, അങ്ങനെയാണ് രംഗനാഥന്റെ മൂഡ്. അപ്പോ പൂജാരികളൊക്കെ വിചാരിച്ചു, എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെ കൊടുത്താൽ പോരെ ഭഗവാന്, ഇനിയിപ്പോ അതിന് അത്രയും ദൂരം പോകണമെങ്കിൽ പിന്നെ ആന വരണം, കുതിര വരണം, ഇതൊക്കെ കൊണ്ടുവരണ്ടേ, അങ്ങനെ വിചാരിച്ചു വന്നു. പക്ഷെ രംഗനാഥൻ പറഞ്ഞു. അപ്പൊ ശരി പറഞ്ഞിട്ട് പല്ലക്കിൽ രംഗനാഥനെ ഇരുത്തി 1000 മണ്ഡപത്തിൽ കൊണ്ടുപോയി ഈ ഭക്തനെ അങ്ങോട്ട് കൊണ്ടുപോയി ഭക്തനെ ഇരുത്തിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, രംഗനാഥന് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ പോണത്. ഈ ഭക്തൻ 3 മണിക്കൂർ കീർത്തനം ചെയ്തില്ലേ, നിങ്ങൾ കാത്തിരിക്കുമ്പോ രംഗനാഥ് എന്ത് ഗിഫ്റ്റാ കൊടുത്താന്നറിയോ ഭക്തന്? ഭഗവാൻ ആ വിഗ്രഹത്തിൽ നിന്ന് അങ്ങനെ സ്വയമായിട്ട് അങ്ങോട്ട് പുറത്തു വന്നു. ഭഗവാൻ ശ്യാമസുന്ദരനായിട്ട് കൃഷ്ണൻ, ചുരുണ്ട മുടി എങ്ങനെയാന്ന് പറയാ, നീല കളറിൽ, ബ്ലൂയിഷ് ബ്ലാക്ക് പറയില്ലേ, നീലയും കറുത്ത അങ്ങനത്തെ മുടി. ആ മുടിയിൽ ഒരു ഭയങ്കര നല്ല മണമുള്ള മുടി ഭഗവാന്റെ മുടിന്ന്. അതിൽ ചുണ്ടാണിങ്ങനെ ചുവന്നുള്ള ചുണ്ട്, ഇങ്ങനെ ചിരിക്കുന്ന ചുണ്ടും, കണ്ണ് താമരമാല കണ്ടും, ആ തിലകവും വില്ലുമാരത്തെ പിരുവം വെച്ചിട്ട് മഞ്ഞ വസ്ത്രാണത്തിന് ഭഗവാൻ എടുത്തിട്ട്, മഞ്ഞ പട്ടെടുത്തിട്ട് ആ നീല കളറിൽ ശ്യാമസുന്ദരനായിട്ട് കൃഷ്ണൻ നടന്നു വന്നത് ഈ ഭക്തന്റെ അടിയിൽ. ഭഗവാന്റെ നഖങ്ങളൊക്കെ ഇങ്ങനെ ചന്ദ്രനെ മാതിരി ഉണ്ട്, ഓരോരോ ചന്ദ്രനെ കണ്ട പോലെ. അത് ഭഗവാന്റെ ശരീരം എന്ന് വെച്ചാൽ ഫുള്ള് സൗന്ദര്യമാണ്, എല്ലാ ഭാഗവും സൗന്ദര്യം. ആരെങ്കിലും ഒരിക്കൽ ഭഗവാന്റെ മുടി കണ്ടാല്
ആ മുടി കണ്ട് അങ്ങനെ മയങ്ങി പോകും. കണ്ണും കൂടെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ആരാണോ നഖം കണ്ടത് അവർ നഖം മാത്രം നോക്കിയിരിക്കും, ആരാണോ ഭഗവാന്റെ ചുണ്ട് കണ്ടത് അവർ ചുണ്ട് മാത്രം നോക്കിയിരിക്കും. അപ്പൊ കണ്ണ് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓരോ ഭാഗവും ഓരോ പെർഫെക്റ്റ് ആണ് ഭഗവാന്റെ ബ്യൂട്ടി. അങ്ങനത്തെ സൗന്ദര്യത്തിൽ രംഗനാഥ് അങ്ങ് നേരെ അധികം നടന്ന് കാണിച്ചത്. സിംഹത്തിനെ പോലെ, ഹംസത്തിനെ പോലെ, ആനയെ പോലെ ഒക്കെ നടന്ന് കാണിച്ചു തന്നു. ഇയാള് കണ്ടാളിങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ എന്താ പറയാ പ്രാന്ത് പിടിച്ചവര് അങ്ങനെ നോക്കിയിരിക്കുകയാണ് ഭഗവാന്റേത്. ഭഗവാൻ 9 സ്റ്റൈൽ കാണിച്ചു കൊടുത്തു. ബാക്കി 1000 മണ്ഡപം നിങ്ങൾ കണ്ടില്ലേ? 1000 മണ്ഡപം വെളുത്ത ഗോപുരത്തിന്റെ അടുത്ത് അവിടെയാണ് നടന്ന സംഭവം. അത് കഴിഞ്ഞോടെ ഭഗവാൻ ഇങ്ങനെ എബോവ് ടേൺ പറഞ്ഞവരെ ഇങ്ങനെ തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു വെച്ച് ഭഗവാന്റെ പിൻഭാഗം കാണിച്ചു കൊടുത്തു. ഇപ്പൊ തമിഴിൽ പറയും മുന്നിലും പിന്നഴകിയ പെരുമാൾ. ഭഗവാന്റെ ബാക്ക് സൈഡ് ഭഗവാന്റെ മുമ്പിനേക്കാളും സൗന്ദര്യം കൂടുതലാണ് അത്ര. ആ പിന്നത്തെ മുടി ചുരുണ്ട് കിടക്കണ മുടിയും ആ ഭഗവാന്റെ ബാക്ക് സൈഡും കണ്ടപ്പോൾ ഇയാൾ പ്രാന്ത് പിടിച്ചു പോയി. അപ്പൊ പിന്നിലുള്ള അഴകുകളും ആ പിന്നഴക ബാക്കത്തെ സ്റ്റൈലൊക്കെ കാണിച്ചിട്ട് ഭഗവാൻ പിന്നെ അടുത്ത് വന്നിട്ട് അപ്പൊ ഇയാളിങ്ങനെ ഭ്രാന്ത് പിടിച്ചാൽ ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത് തൊട്ടിട്ട്, ഇനി എന്തെങ്കിലും വേണോ നിനക്ക്? ശ്രീ രംഗനാഥ് ഭഗവാൻ കീ ജയ്, ശീല പ്രഭുപാദ് കീ ജയ്.